മരണപ്പെട്ടിട്ടും ആ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് രക്തസ്രാവം അവസാനിച്ചില്ലല്ലോ. 20 വയസ്സുകാരൻ്റെ മൃതദേഹമാണ് ഈ കിടക്കുന്നത്. ഒരു നിമിഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എൻ്റെ അനുജനോ നിൻ്റെ അനുജനോ എൻ്റെ ജ്യേഷ്ഠനോ നിൻ്റെ ജ്യേഷ്ഠനോ നമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു മനുഷ്യനാണല്ലോ കിടക്കുന്നത്. എന്ത് പറ്റിയാണ് നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇന്ന് രാവിലെ മുതൽ നമ്മുടെ മാധ്യമങ്ങളിലെ ചർച്ച എന്താണെന്ന് നിങ്ങൾക്കറിയോ? കണ്ടു നോക്ക്. എന്തിനാ ഈ കുട്ടികളെ അടിച്ചിരിക്കുന്നത്? കുട്ടികളെ അടിച്ചിരിക്കുന്നത് എന്തിനാണ്? മൈക്കും കുത്തിപ്പിടിച്ച് കുട്ടിയുടെ വായുടെ ഉള്ളിലേക്ക് കയറ്റുവാണ് മൈക്ക്. എന്താണെന്നറിയോ? 1 രൂപക്ക് ഷൂസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ പ്രഭാതത്തിൽ 4 മണിക്കും 5 മണിക്കും വെളുപ്പിനെ എണീച്ച് പോയിരിക്കുകയാണ് ആ ഷൂസ് വാങ്ങാൻ വേണ്ടി. അതിൻ്റെ വാർത്തയാണ് നമ്മുടെ ചാനൽ മുഴുവനും. പോലീസുകാരെ കുട്ടികളെ അടിച്ചോ ഇല്ലെന്നറിയാൻ വേണ്ടി. ഇവിടെ ഒരു പാവപ്പെട്ട കുഞ്ഞിനെ തല്ലിക്കൊന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച. മനുഷ്യർക്ക് ഒരു ഉപകാരവുമില്ലാത്ത 100 കണക്കിന് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ മാധ്യമപ്രവർത്തകരെ പറയും, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ആരുടെയെങ്കിലും മക്കളോ കൂടപ്പറപ്പിങ്ങളോ ആണെന്ന് ചിന്തിക്കുക. ആ കുഞ്ഞിൻ്റെ തലയിൽ വലിയ വടി കൊണ്ടടിക്കുമ്പോൾ തലയോട്ടി പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ആർക്കെങ്കിലും വേദനയുണ്ടോ? ആർക്കെങ്കിലും 1 മിനിറ്റ് സംസാരിക്കാൻ തോന്നുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച്? ഒരു മനുഷ്യൻ സംസാരിച്ചോ? ഏതൊക്കെ ചാനൽ അതിനെക്കുറിച്ച് ചർച്ച വന്നു? നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഓമനിച്ച് വളർത്തുന്ന കുട്ടീനെ പട്ടി കടിച്ചാൽ ആ പട്ടിയെ കൊല്ലണം, മന്ദീകരിക്കണമെന്ന് പറഞ്ഞാൽ ആ പട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന്മാരെയൊക്കെ ചവിട്ടിക്കൊന്ന അരിക്കൊമ്പൻ ആനയ്ക്ക് വേണ്ടി വിലപിക്കാനും കഥ എഴുതാനും കവിതകൾ എഴുതാനും ഒക്കെ നമ്മളെ കൊണ്ട്, മലയാളികളെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു മരണപ്പെട്ടു പോയ അമ്മയുടെ വിലാപത്തിന് വേണ്ടി 1 മിനിറ്റ് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? മനുഷ്യന്റെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇനിയുള്ള കാലത്ത് നമ്മുടെ സ്കൂളിലേക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് തന്മാത്രയെ കുറിച്ചല്ല, മനുഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കൂ. എത്ര വയസ്സുണ്ടാ കുഞ്ഞിന്? 20 വയസ്സ് പോലും പ്രായമില്ലാത്ത, 20 വയസ്സ് പോലും തികച്ച് പ്രായമുണ്ടെന്നറിയത്തെ കുറിച്ച് അവന്റെ അമ്മയെ അശ്ലീലം പറഞ്ഞതിന്റെ പേരിലാണ് കുട്ടി, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അശ്ലീലം പറഞ്ഞതിന്റെ പേരിലാണ് ആ കുട്ടിയെ ഇമാതിരി ക്രൂരത കാണിച്ചത്. എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ആ വിഷയം ഇതിന് പ്രസക്തിയാകുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പ്രസക്തമാകുന്നുണ്ടോ വിഷയം? ഇതാണ് നമ്മുടെ വർത്തമാനകാല കേരളത്തിന്റെ അവസ്ഥ. ഇതാണ്. നമ്മളൊക്കെ പ്രബുദ്ധരെന്ന് പറയുമ്പോൾ 5 കാശിന്റെ വിവരം നമുക്കുണ്ടോ? മനസാക്ഷി ഉണ്ടോ? നമുക്ക് മനസാക്ഷി, നമ്മുടെ മനസാക്ഷി ഉള്ളവരാണ്, സഹാനുഭൂതി ഉള്ളവരാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം മേനി നടിക്കുമ്പോഴും എന്ത് മനസാക്ഷി ഇവിടെ? മൃഗങ്ങളോട് കാണിക്കുന്ന ആ ഒരു കാരുണ്യം പോലും സ്വന്തം മനുഷ്യന്മാരോട് നമ്മൾ കാണിക്കുന്നില്ലല്ലോ. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിന്റെ ദുർവിധി. ആ അമ്മയുടെ വിലാപം നിങ്ങൾ കേട്ടില്ലേ? എന്ന് തീരും ഇവിടെയൊക്കെ ഈ കണ്ണുനീര്? എവിടെയാണ് ഇതിനൊക്കെ ഒരു അവസാനമുള്ളത്? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പറയുന്നവന്റെ നാവിന് വെള്ളം പറ്റുമെന്നുള്ളതല്ലാതെ